ഇത് അടുത്ത ദിവസം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ സമയത്ത് ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് വെള്ള കളറിൽ മണൽ കിടക്കും പോലെ അങ്ങനെ മഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഡേഞ്ചറസും ആണ്. കാരണം നല്ല സ്ലിപ്പറി ആവും റോഡെല്ലാം ഐസ് കൂടി കിടക്കുമ്പോൾ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. നല്ല വെള്ള പതിച്ച് ഞാൻ കാശ്മീരൊന്നും പോയിട്ടില്ല. കുഞ്ഞിലെ മുതലേ പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നടന്നിട്ടുണ്ടായില്ല. ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നത്. ശരിക്കും നല്ല ഭംഗിയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുള്ള റോഡാണ്. ഞാൻ രാവിലെ നടന്നു പോയപ്പം കുറച്ച് എടുത്തതാണ് വീഡിയോസ്. മഞ്ഞ് വീണ് കിടക്കുന്നത് നല്ല ഭംഗിയാട്ടോ. തലേന്നത്തെ ആ മഞ്ഞ് തന്നെയാണ് രാവിലെ റോഡിൽ കിടക്കുന്നത്. ഞങ്ങൾ ലവും മറ്റേ റോഡിൽ നല്ല വരച്ചൊക്കെ ഇട്ടുന്നുണ്ടായിരുന്നു കാലൊക്കെ വെച്ചിട്ട്. റോഡ് ഫുള്ള് മഞ്ഞാണ്. പിന്നെ മെയിൻ റോഡ്സ് എല്ലാം ഇവിടെ ഗവൺമെൻറ് തന്നെ, കൗൺസിൽ തന്നെ വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്, ബസ് പോകുമ്പോൾ തെന്നി വീഴാണ്ടിരിക്കാനായിട്ട്. പക്ഷേ ഞങ്ങളുടെ ഇട റോഡുകളൊന്നും അവർ ക്ലീൻ ചെയ്യില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കാറൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. രാവിലെ ഇവരൊക്കെ എണീച്ചിട്ട് ആ കാറ് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് പാടാണ്. പിന്നെ ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡ് ബസ് പോകുന്ന റോഡാണ്. അതൊക്കെ ചെറുതായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ ചെറിയൊരു പാർക്കുണ്ട്, അവിടെയും ഇതുപോലെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നല്ല രസമാണ് കാണാനൊക്കെ. എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഇതൊക്കെ. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ വീഡിയോ എടുത്തിടാൻ കാരണം. എനിക്ക് സൗണ്ട് ഒട്ടുമില്ല, നന്നായിട്ട് സൗണ്ട് പോയിരിക്കുക. അതിൻ്റെ കുറച്ച് ഹാർഡ്നെസ് ഉണ്ട് സംസാരിക്കുമ്പോൾ. ആരും പേടിക്കൊന്നും ചെയ്യരുതേ. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് സൗണ്ട്, കാരണം മഞ്ഞല്ലേ ഫുള്ളും, തണുപ്പായതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലിയറായിട്ട് വരുന്നില്ല. ഞാൻ അതുകൊണ്ട് തന്നെ മൂടി പൊതഞ്ഞാണ് നടക്കുന്നത്. ഒട്ടും തണുത്ത കാറ്റ് മുഖത്തടിക്കുമ്പോൾ ഈ ജലദോഷമൊന്നും വന്നിട്ട് മാറുന്നില്ല. കോൾഡിൻ്റെ ഫുള്ള് ഇതുണ്ട്. പിന്നെ അതെ മഞ്ഞ് റോഡ് ഫുള്ള്. എനിക്ക് കിട്ടിയ വീഡിയോസ് എല്ലാം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. കാണാത്തവർക്ക് കാണിക്കാമല്ലോ. പിന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്, എന്നോട് ഒരുപാട് പേര് വീഡിയോ ഇട്ട് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയല്ലേ, നല്ല വെള്ള കളറിൽ ആ സൂര്യന് ഉദിക്കുന്നുണ്ട്. സൂര്യന് UV ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഈ മഞ്ഞ് ഉരുകാൻ കുറച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ UV ഇൻഡെക്സ് 0 കാണിക്കുന്നത്. ഈ ടൈമിന് വിൻ്റർ ടൈം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മഞ്ഞ് ഉരുകുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ചേ മഞ്ഞ് ഉരുകുന്നുള്ളൂ. പിന്നെ നന്നായിട്ട് സൂര്യപ്രകാശം ഒരുപാട് നേരം കിട്ടുന്നിടത്ത് ഉരുകുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ കുറവാന്ന് തോന്നുന്നു, മഞ്ഞ് ഉരുകുന്നുണ്ടായില്ല. ഞങ്ങൾ കുറേ നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് 4 ദിവസം സ്റ്റുഡൻ്റാണ്. പുള്ളിക്കാരി 4 ദിവസം ലീവ് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പം ഞങ്ങൾ നടന്നു പോയി വീഡിയോസ് എടുക്കുന്നുണ്ട്. അവളും ആദ്യമായിട്ടാണ് സ്നോ റെയിൻ ഇവിടെ വന്നിട്ട് കാണുന്നത്. അവർ കാശ്മീരൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി അടുത്ത വർഷം ഉണ്ടാവും തോന്നുന്നു. ഈ വർഷം ഫെബ്രുവരി വരെ, അത് കഴിയുമ്പോഴേക്കും കഴിയും തോന്നുന്നു. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. വീഡിയോസിലധികം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മൊബൈൽ ക്യാമറയല്ലേ. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഫുൾ വൈറ്റിഷാണ് റോഡ്, ഫുള്ള് വെള്ള പെയിൻ്റ് അടിച്ച പോലെ അങ്ങ് കിടക്കുക. പിന്നെ നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ഫ്രീസ് ആവുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കയ്യിൽ ഗ്ലൗസ് മാറ്റിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് മൊബൈൽ വെച്ചിട്ട്. ഇതൊരു സ്കൂളാണ് അവിടുത്തെ. ആ സ്കൂളിൽ കയറിയിട്ട് ഞങ്ങളെടുത്ത വീഡിയോ ആണ്. അവിടെ ഞങ്ങൾ ഷേപ്പൊക്കെ വരയ്ക്കുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്.